ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ബീഫ് വരട്ടിയത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കിലോ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ സവാള സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 2 തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ കറി മസാലകളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഇനി ബീഫ് കറി മസാല 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി വേണം. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ മസാലകളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവുമ്പോൾ ശരിക്കും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് വരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. നല്ല എല്ലാ മസാലകളും കറക്റ്റായിരുന്നു. അപ്പോൾ ഉപ്പും എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്താൽ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് തന്നെ നമ്മൾ കറിവേപ്പില കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് മുഴുവനായിട്ടും അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ വെള്ളം മുഴുവൻ ഇതിൽ കിടന്ന് വറ്റി വരണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വറ്റി മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി തൂവി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് വളരെ രുചികരമായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.